എന്നെ ആദ്യമായിട്ട് ആ ശുശ്രൂഷയ്ക്ക് പാട്ട് പാടാനായിട്ട് വിളിച്ച ആ സിസ്റ്റർ ഈ ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു കൊച്ചു ശുശ്രൂഷയിൽ എന്നെ പാട്ട് പാടാൻ വിളിച്ചു. കാരണം എന്റെ മികവ് എന്താണ്, എന്റെ ശുശ്രൂഷയുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാകണമല്ലോ. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് എന്നെ ഈ ഒരു ശുശ്രൂഷയിലേക്ക് വിളിച്ചോണ്ട് പോയി വളരെ അഭിഷേകമുള്ള കൃപയുള്ള ശുശ്രൂഷ. പക്ഷെ അവിടെ തിന്മയുടെ വളരെ ശക്തമായ ബന്ധനം ഉണ്ടായിരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഞാൻ പോലും പ്രാർത്ഥിച്ചിട്ട് അവിടെയുള്ള ചില സിസ്റ്റേഴ്സിന് രോഗസൗഖ്യം കിട്ടുന്ന അനുഭവങ്ങളുണ്ടായി, മെസ്സേജുകൾ കിട്ടുന്നു. അവർക്കൊക്കെ പറഞ്ഞറിയാൻ പറ്റാത്ത സന്തോഷം. പക്ഷേ ഇങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ധ്യാനം തീരാനായി. 6 ദിവസ ധ്യാനമാണ്. 5-ാം ദിവസം രാത്രി ആരാധന നടക്കുമ്പോൾ ഫുൾ ടൈം ആരാധന എഴുന്നള്ളിച്ച് വെച്ചിട്ടാണ് ആ പ്രധാന സിസ്റ്റർ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ സൈഡിൽ ഇരുന്ന് ഇങ്ങനെ കീബോർഡെല്ലാം വെച്ച് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ഒരു വ്യഗ്രത, ഒരു ആകുലത, ഇങ്ങനെ എന്തോ ആവശ്യമില്ലാത്തൊരു ആകുലത കൊണ്ട് നിറയുമോ. എനിക്ക് മര്യാദയ്ക്ക് ടീയെ കിട്ടുമോ, എനിക്ക് ഇവർ എത്ര രൂപ തരുമായിരിക്കും, ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ചിന്തകൾ എന്നെ ഇങ്ങനെ അലട്ടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ദിവ്യകാരുണ്യ അരളിക്ക ആ പ്രധാന വേദിയിൽ സിസ്റ്റേഴ്സിനെ നോക്കിയിരിക്കുന്നത്, ഞാൻ ഒരു സൈഡിലായിരിക്കുന്നത്. അപ്പോൾ ദിവ്യകാരുണ്യ അരളിക്കയിൽ ഈശോ എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ്, മോനെ, നീ പണത്തിന് വേണ്ടിയിട്ടാണോ എന്നെ ശുശ്രൂഷിക്കാനായിട്ട് വന്നത്? ഇത് കേട്ടത് ഒരു ചങ്ക് തകർന്നു. എനിക്കൊരു ഷോക്കായിരുന്നു. ഞാനാകെ സ്തംഭിച്ചു പോയി. ഒരു നിമിഷം ഞാൻ എൻ്റെ നിയന്ത്രണം വിട്ടുപോകുന്ന ഒരു അവസ്ഥയിലെത്തി. ഞാൻ പറഞ്ഞു, ഈശോയെ അല്ല, ഞാൻ തീരുമാനിച്ചിട്ട് ഇനി എന്നാ കിട്ടിയാലും കുഴപ്പമില്ല. ഞാൻ ഈശോയോട് പറഞ്ഞു, അല്ല, പണത്തിന് വേണ്ടിയിട്ടല്ല ഈശോ. അത് കഴിഞ്ഞപ്പോൾ ഈശോ എന്നോട് ഒരു കാര്യം പറഞ്ഞു, മോനെ, നാളെ അവർ നിന്റെ അടുത്ത് ഒരു തുക തരും, ഒരു പൈസ നിനക്ക് തരും. നീ അത് വേണ്ട എന്ന് പറയരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിറ്റേ ദിവസം 6-ാം ദിവസം രാത്രി ധ്യാനം കഴിഞ്ഞ് ഞാൻ താമസിക്കുന്ന റൂമിന്റെ അവിടെ വന്നിട്ട് അവിടുത്തെ അസിസ്റ്റന്റ് സുപ്പീരിയർ സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് 1 കെട്ട് 500-ന്റെ 1 കെട്ട് നോട്ട് എൻ്റെ തന്നു. എന്നിട്ടൊരു വൗച്ചർ കൊണ്ടിട്ട് എന്നോട് പറഞ്ഞു, ഒന്ന് ഒപ്പിട്ടേരെ, ഇത് 20,000 രൂപയുണ്ട്. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, ഇത്രയും പൈസ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് മാക്സിമം പോയാൽ 10,000 രൂപ തന്നാൽ മതി. അപ്പോൾ ഈ സംഭവം നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് എന്നെ ഒരു സിസ്റ്ററെ കൂടെ പറഞ്ഞു വിട്ട് അവിടുത്തെ വണ്ടിയായിട്ട്, അവിടുത്തെ ഡ്രൈവറുമായിട്ട് ആ വിജയവാഡ ടൗണിൽ ഒരു കൂട്ടിക്കൊണ്ട് പോയിട്ട് എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും ഞങ്ങളുടെ 4 മക്കൾക്കുമായിട്ട് 6,000 രൂപയുടെ ഡ്രസ്സ് എടുത്ത് തന്നിരുന്നു. 6,000 രൂപയുടെ ഡ്രസ്സ്.